എല്ലാവർക്കും നമസ്കാരം. +2 ഹിസ്റ്ററി ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാമത്തെ യൂണിറ്റിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. 10ാമത്തെ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിനെ കുറിച്ചാണ്. രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മുടെ 10ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്, അല്ലേ? 2 ചോദ്യങ്ങളെ ആസ്പദമാക്കിയിട്ടായിരുന്നു നമ്മൾ ക്ലാസ് നിർത്തിയത്. എന്തൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് വൈ രാജ ഫെയിൽഡ് ടു പേ ദി റവന്യൂ, അതായത് രാജ എന്തുകൊണ്ടാണ് നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയത് അല്ലെങ്കിൽ കുടിശ്ശിക വരുത്തിയത്. ഓക്കെ, രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണ്? ഹൂ വർ ദി പർച്ചേസേഴ്സ് അറ്റ് ദി ഓപ്ഷൻ, ലേലത്തിൽ വന്ന രാജയുടെ ഏജന്റുമാർ ആരൊക്കെയായിരുന്നു? ഈ 2 ചോദ്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാന ഭാഗങ്ങളിൽ ചോദിച്ചത്. നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നോക്കാം. എന്താണ് നികുതി കൊടുക്കാതിരിക്കാനുള്ള കാരണം? എന്താണ് രാജ എന്തുകൊണ്ടാണ് നികുതി അടയ്ക്കാതിരുന്നത്? നോക്കാം. അതായത് ബർദ്വാനിലെ രാജ എന്ന് പറയുന്ന ഭൂമി ലേലത്തിൽ വിറ്റത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. എന്താ കാരണം? ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഓൺലി കേസ്. എന്താണ്? ഇൻ ദി ക്ലോസിംഗ് ഇയേഴ്സ് ഓഫ് ദി 19th century over 75% of the zamindars changed the hands after permanent settlements. എന്ന് പറഞ്ഞാൽ എന്താണ്? രാജയുടെ ഒരു സംഭവം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല. കാരണം എന്താ? ജമീന്ദാർമാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഈ സ്ഥിര ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ സിസ്റ്റം കാരണം രാജ്യത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ബംഗാളിലുണ്ടായിരുന്ന 75% വരുന്ന ജമീന്ദാർമാർക്കും അവരുടെ ഭൂമി ലേലത്തിൽ വിട്ടുകൊടുക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ പ്ലാസി യുദ്ധം, അല്ലെ, 1757 1757 ജൂൺ 23 സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ പശ്ചിമ ബംഗാളിൽ നടന്ന ഒരു യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് എന്ത് സംഭവിച്ചത്? ബ്രിട്ടീഷ് ആധിപത്യം നമ്മുടെ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് പൂർണ്ണമായിട്ടും ഒരു അടിത്തറ ഉണ്ടാക്കിയ ഒരു യുദ്ധമാണ് 1757 നടന്ന പ്ലാസി യുദ്ധം. അതോടുകൂടി പ്ലാസി യുദ്ധത്തിലൂടെ ബംഗാളിന്റെ പൂർണ്ണ അധികാരം അല്ലെങ്കിൽ മുഴുവൻ കൺട്രോളും ആർക്കാണ്? നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈവശമായിരുന്നു. ഓക്കെ, അങ്ങനെ അവർ വിചാരിച്ചു എന്ത്? ബംഗാൾ അവരുടെ കൈവശം വന്നതോടുകൂടി എല്ലാ റവന്യൂ സംബന്ധിച്ച പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും, രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഖജനാവിലേക്ക് പണം വരും എന്ന് അവർ വിചാരിച്ചു. ഇതിനൊരു പരിഹാരമാകും എന്ന് വിചാരിച്ചത് ഈ സ്ഥിര നികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് റവന്യൂ ടാക്സ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇത് വിചാരിക്കുകയും എന്നാൽ 1770കളിൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് 1770കളിൽ ബംഗാളിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു അല്ലെങ്കിൽ കൊളാപ്സ്ഡ് ആയി. എന്താണ്? ബംഗാളിലെ ദ റൂറൽ എക്കണോമിക്കൽ സിസ്റ്റം വേർ കൊളാപ്സ്ഡ് ഓർ ഡിമിനിഷ്ഡ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്തു? തകർന്നു, അപ്പാടെ തകരുകയുണ്ടായി. ഭക്ഷ്യോൽപാദനം കുറഞ്ഞു. ദ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വേർ ഡിക്രീസ്ഡ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? ഭക്ഷ്യോൽപാദനം ക്രമാതീതമായി കുറഞ്ഞു. ഗ്രാമങ്ങൾ പട്ടിണിയിലായി. ഗ്രാമങ്ങൾ എന്തായി? പട്ടിണിയിലായി. കാർഷിക രംഗത്ത് അധികം മുതൽ മുടക്കിയാൽ കൃഷിയും വ്യാപാരവും നികുതി പിരിവും വർദ്ധിപ്പിക്കുമെന്ന ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടി. അപ്പോൾ രാജ്യത്തിന്റെ കാർഷിക ഭക്ഷ്യോൽപാദനം കുറയുകയും ഗ്രാമങ്ങൾ പട്ടിണിയിലാവുകയും ചെയ്തതോടുകൂടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വിചാരിച്ചു എന്താ? കൂടുതൽ പണം ഭക്ഷ്യോൽപാദനത്തിലേക്കും കാർഷിക രംഗത്തേക്കും ഇറക്കുക, ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുക. അതുവഴി എന്ത് സാധിക്കും? കൃഷി പുരോഗതിയിലേക്ക് എത്തിക്കുകയും അതുവഴി രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ ഇതിലൊരു പ്രശ്നം നേരിട്ടിരുന്നു. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാനും കൃത്യമായി നികുതി നൽകാനും കഴിയുന്നവരെ എങ്ങനെ കണ്ടെത്തും? അല്ലേ, അതൊരു പ്രശ്നമാണ്. കൃഷി വർദ്ധിപ്പിച്ചാൽ നികുതി അവരടയ്ക്കും, അപ്പോൾ എന്ത് സാധിക്കും? രാജ്യത്തിന്റെ വരുമാനം വർദ്ധിക്കും. എന്നാൽ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാനും കൃത്യമായി നികുതി നൽകാനും കഴിയുന്നവരെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ആരൊക്കെയാണ് കൃത്യമായി നികുതി അടയ്ക്കുന്നവർ, ആരൊക്കെയാണ് എന്നിങ്ങനെ കണ്ടെത്തും എന്നതായിരുന്നു ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർക്ക് വ്യത്യസ്ത
ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ആയിരുന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഒടുവിൽ എന്ത് സംഭവിച്ചു? ഒടുവിൽ ലേറ്റർ എന്ത് സംഭവിച്ചു? ബംഗാളിലെ താലൂക്ക്ദാർമാർ ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥന്മാരാണ്. ബംഗാളിലെ താലൂക്ക്ദാർമാരും രാജ എന്ന് പറഞ്ഞാൽ ബർദ്വാനിലെ രാജ അല്ലെങ്കിൽ രാജാക്കന്മാർ, അതായത് രാജാവ് എന്നതാണ് രാജ എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ബംഗാളിലെ രാജാക്കന്മാരും എന്ത് ചെയ്തു? സർക്കാർ ഒരു കരാറിലിട്ട് there was a treaty. ഓക്കെ, ഒരു ട്രീറ്റി അവർ ഉണ്ടാക്കി, ഒരു കരാർ, ഒരു എഗ്രിമെന്റ് അവർ ഉണ്ടാക്കി. അതിലെന്താണ്? ഇവർ ജമീന്ദാർമാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. എന്താണ്? ഈ താലൂക്ക്ദാർമാരും രാജാക്കളുമായി ഒരു സർക്കാർ കരാറുണ്ടാക്കി. ഇവർ ജമീന്ദാർമാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അങ്ങനെ സർക്കാരിലേക്ക് നിശ്ചയിക്കപ്പെട്ട നികുതി നൽകാനുള്ള ചുമതല ജമീന്ദാർമാർക്കായി. അപ്പൊ ജമീന്ദാർമാർ എന്ന് പറയുന്നവർ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളവരായിരുന്നു. ഇവർക്കായിരുന്നു പിന്നീട് എന്തിന്റെ ചുമതല? സർക്കാരിലേക്ക് നികുതി അടയ്ക്കുന്നതിൻ്റെ ചുമതല ഇവർക്കായിരുന്നു. ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുകയും അത് കൃത്യമായി ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ചുമതല ആർക്കായിരുന്നു? ഈ ജമീന്ദാർമാർക്കായിരുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ജമീന്ദാർമാർ ഭൂവുടമകൾ അല്ലാതാവുകയും സർക്കാരിനു വേണ്ടി നികുതി പിരിക്കുന്നവർ ആയി മാറുകയും ചെയ്തു. ഓക്കെ, അവരെന്ത് ചെയ്തു? they were not the landowners, they were the collectors of ടാക്സ്. അവർ നികുതി പിരിക്കുന്ന ആളുകൾ മാത്രമായി മാറുകയും ഭൂവുടമകൾ അല്ലാതാവുകയും ചെയ്തു. ഓരോ ജമീന്ദാർമാരുടെ കീഴിലും നിരവധി ഏകദേശം 400 റൂറൽ ഏരിയാസ് ഉണ്ടായിരുന്നു, ഗ്രാമപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഗ്രാമപ്രദേശങ്ങളെയൊക്കെ റവന്യൂ എസ്റ്റേറ്റുകളായി പരിഗണിച്ചു. ഒരു എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ 400 ഗ്രാമങ്ങളെയൊക്കെ ഒരു റവന്യൂ എസ്റ്റേറ്റ്, അതായത് ആ റവന്യൂ എസ്റ്റേറ്റിലെ നികുതി പിരിക്കുന്നതിന് ഒരു ജമീന്ദാർക്ക് എന്തുണ്ടായിരുന്നു? ചുമതല ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മുഴുവൻ റവന്യൂ എസ്റ്റേറ്റുകളും കൂടി ആകെ നൽകേണ്ട നികുതി എത്രയെന്ന് തിട്ടപ്പെടുത്തുകയും അത് നൽകാനുള്ള ചുമതല ജമീന്ദാർമാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അല്ലേ? എന്താണ് പറഞ്ഞത്? ഒരു 400ഓളം റവന്യൂ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഈ റവന്യൂ എസ്റ്റേറ്റുകളിലെ നികുതി എത്രയെന്ന് എഴുതി കണക്കാക്കി തിട്ടപ്പെടുത്തി അത് കളക്ട് ചെയ്യേണ്ട ചുമതല ആർക്കായിരുന്നു? ജമീന്ദാർമാർക്കായിരുന്നു. അങ്ങനെ ഗ്രാമങ്ങളിൽ നിന്ന് പാട്ടം പിരിക്കാനുള്ള അവകാശം ജമീന്ദാർമാർക്ക് കൈവന്നു. പാട്ടം പിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? റെന്റ് അല്ലെങ്കിൽ അവിടെയുള്ള റെന്റ് അല്ലെങ്കിൽ വാടക പിരിക്കുക. ഓക്കെ, റവന്യൂ കളക്ട് ചെയ്യാനുള്ള ആ ഒരു പവർ ആർക്ക് കൈവന്നു? ജമീന്ദാർമാർക്ക് കൈവന്നു. ഓക്കെ, അങ്ങനെ ഏൽപ്പിക്കുകയും എന്ത് ചെയ്തു? അങ്ങനെ അവർ ഗ്രാമങ്ങളിൽ നിന്നും പാട്ടം പിരിക്കുകയും പാട്ടത്തിൽ നിന്ന് നിശ്ചിത തുക ജമീന്ദാർമാർ നികുതിയായി സർക്കാരിന് നൽകണം. ഒരു നിശ്ചിത തുക എന്ത് ചെയ്യുമായിരുന്നു? അവർ പാട്ടം പിരിക്കും. ആ പാട്ടം പിരിച്ചതിൽ നിന്നും ഒരു നിശ്ചിത തുക, ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ടാക്സ് എന്ത് ചെയ്യണം? നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയും ചെയ്യണം, നികുതിയായി സർക്കാരിന് നൽകുകയും ചെയ്യണം. ബാക്കിയുള്ളത് ജമീന്ദാർമാർക്കാണ്. ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ജമീന്ദാർമാർക്കുള്ള പ്രതിഫലമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടായിരിക്കും. ആ എമൗണ്ട് എന്ത് ചെയ്യും? ജമീന്ദാർമാര് ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയും അതിൽ നിന്നും ലഭിക്കുന്ന ഒരു നിശ്ചിത തുക, അതിന്റെ ബാക്കി വരുന്ന തുക എന്ത് ചെയ്യും? ജമീന്ദാർമാർ അവരുടെ ഒരു കൂലിയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിഫലമായിട്ട് അവർ എടുക്കുകയും ചെയ്യും. ഇനി നികുതി പിരിക്കുന്നതിൽ അല്ലെങ്കിൽ നികുതി കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ആ ഭൂമി ലേലത്തിൽ വിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ജമീന്ദാർമാർ നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയിരുന്നു. ജമീന്ദാർമാര് നികുതി കൊടുക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് ജമീന്ദാർമാർ നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തി. വൈ ജമീന്ദാർസ് ഡിഫോൾട്ടഡ് ഓൺ പേയ്മെന്റ്സ്? എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ജമീന്ദാർമാര് ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് നികുതി അടയ്ക്കുന്നതിന് വീഴ്ച വരുത്തിയത്? എന്താണ് അതിന്റെ കാരണം? പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ, ഒന്ന്, ഒരു നിശ്ചിത തുക, അല്ലെ? സ്ഥിര നികുതി എന്ന് പറഞ്ഞാൽ, പെർമനന്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര തുകയാണ്, അല്ലെ? ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്. ഈ നിശ്ചയിക്കപ്പെട്ട തുക നികുതി നൽകണമെന്ന കരാർ ജമീന്ദാർമാർ കൂടുതൽ സുരക്ഷിതത്വ ബോധം നൽകുമെന്ന് ഉദ്യോഗസ്ഥർ കരുതി. എന്നാൽ
എന്താണ് ചില പ്രശ്നങ്ങൾ നേരിട്ടു. ആദ്യ വർഷങ്ങളിലൊക്കെ അവർ നികുതി കൃത്യമായി ഗവൺമെന്റിലേക്ക് അടച്ചു. എന്നാൽ ജമീന്ദാർമാർ വരും കാലങ്ങളിൽ അത് പരാജയപ്പെട്ടു. അവർക്ക് കൃത്യമായി നികുതി അടയ്ക്കുന്നതിന് സാധിച്ചില്ല. കാരണം ചിലതാണ്. അതിൽ ചില കുടിശ്ശിക വരുത്തി. അവർ നികുതി അടയ്ക്കുന്നതിൽ അവർ ചില കുടിശ്ശിക വരുത്തി. അതിന് പ്രധാനമായിട്ടും ചില കാരണങ്ങളുണ്ട്. ദീസ് ആർ ദി മെയിൻ റീസൺ. ഓക്കെ, ജമീന്ദാർസ് ഡിഫോൾട്ടഡ് ഓൺ പേയ്മെന്റ്. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്തായിരുന്നു? അതായത് ആദ്യകാലങ്ങളിൽ ഫിക്സ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? വളരെ ഹൈ ആയിരുന്നു. അതിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഉൽപാദനം വർദ്ധിച്ചാലും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചാലും എന്താണ്? നികുതി വിഹിതത്തിൽ മാറ്റം ഉണ്ടായിരുന്നില്ല. ഇനി ഉൽപാദനം വർദ്ധിക്കുകയാണ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ എന്തുണ്ടായിരുന്നില്ല? അല്ലെങ്കിൽ നികുതി വിലയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല. അതൊരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരുന്നു അല്ലെ. ഇത് സർക്കാരിന് എന്തുണ്ടാക്കും? നഷ്ടമുണ്ടാക്കും. എക്സ്പെൻസ് ആണ് അവർക്ക്, അല്ലെങ്കിൽ സർക്കാരിന് ഇത് നഷ്ടമാണ് അല്ലെ. ഇത് മുൻകൂട്ടി കണ്ടാണ് നികുതി വിഹിതം വളരെ ഉയർത്തി നിശ്ചയിച്ചത്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? നികുതി ഉയർത്തി നിശ്ചയിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് സെക്കൻഡ് റീസൺ ഈസ് ദാറ്റ്, രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഉയർന്ന നികുതി വിഹിതം നിശ്ചയിച്ച സമയത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില തകർച്ച നേരിടുകയായിരുന്നു. അതായത് വില കൂട്ടിയ ആ ഒരു സമയത്ത്, നികുതി നിശ്ചയിച്ച ആ സമയത്ത് എന്തായിരുന്നു? കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില തീരെ കുറവായിരുന്നു. ഓക്കെ, വില തീരെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും കർഷകർക്ക് പാട്ടം കൃത്യമായി നൽകാനോ പാട്ടം കിട്ടാതെ ജമീന്ദാർമാർക്ക് നികുതി അടയ്ക്കാനോ കഴിയാതെ വന്നു. അതായത് ഉൽപ്പന്നങ്ങൾക്ക് തീരെ വിലയില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? ജമീന്ദാർമാർക്ക് പാട്ടം കൊടുക്കാൻ കർഷകർക്ക് സാധിച്ചില്ല. പാട്ടം കിട്ടാതായി വന്നപ്പോൾ ജമീന്ദാർമാർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് നികുതി അടയ്ക്കാനും സാധിച്ചില്ല. അങ്ങനെ ഒരു പ്രോബ്ലം കൂടി അവർ നേരിടുകയുണ്ടായി. മൂന്നാമതായിട്ട്, വിളവ് മോശമായാലും നന്നായാലും നികുതി വിഹിതത്തിൽ മാറ്റമില്ല. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, നിലവിലുള്ള ആ ഒരു നിശ്ചയിച്ച ആ ഒരു സമയം എന്താണ്? ജമീന്ദാർമാർ എന്ത് ചെയ്യണമായിരിക്കണം? ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ്. ആ ഒരു സമയത്തിനുള്ളിൽ ഗവൺമെന്റിലേക്ക് ജമീന്ദാർമാർ നികുതി അടച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഭൂമി ലേലത്തിൽ വെക്കുകയും വിൽക്കുകയും ചെയ്യും. കർഷകരിൽ നിന്ന് പാട്ടം കൃത്യമായി ലഭിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? ജമീന്ദാർമാർ സ്വാഭാവികമായും നികുതി അടവിൽ വീഴ്ച വരുത്തി. സാധിക്കില്ല, നികുതി അടയ്ക്കാൻ സാധിക്കാതെ വന്നു. ഓക്കെ, നാലാമതായിട്ട്, ആദ്യഘട്ടത്തിൽ ജമീന്ദാർമാർക്ക് തങ്ങളുടെ ജമീന്ദാരി നോക്കി നടത്താനും പാട്ടം പിരിക്കാനും മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതും ഒരു പ്രശ്നമായിട്ട് വന്നു. അങ്ങനെ ജമീന്ദാർമാരുടെ പ്രാധാന്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അംഗീകരിച്ചുവെങ്കിലും അവരുടെ അധികാരം നിയന്ത്രിക്കേണ്ടതാണെന്ന് അവർക്കറിയാമായിരുന്നു. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. അതുകൊണ്ട് അവരുടെ പല അധികാരങ്ങളും, അവരുടെ പ്രത്യേക സ്പെഷ്യൽ എല്ലാ അധികാരങ്ങളും എന്ത് ചെയ്തു? അവരുടെ സ്പെഷ്യൽ റൈറ്റ്സുകളൊക്കെ എന്ത് ചെയ്തു? കമ്പനി ഓരോന്നോരോന്നായി തിരിച്ചെടുത്തു. അവയിൽ പ്രധാനപ്പെട്ടതാണ്, ഫസ്റ്റ് വൺ ഈസ്, ജമീന്ദാർമാരുടെ സ്വന്തം സേനയെ കമ്പനി പിരിച്ചുവിട്ടു. ജമീന്ദാർമാർക്ക് സ്വന്തമായിട്ട് ഒരു ആർമി, ഒരു സേനയുണ്ടായിരുന്നു. അതിനെന്ത് ചെയ്തു? അതിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിരിച്ചുവിട്ടു. രണ്ടാമതായിട്ട്, കസ്റ്റംസ് നികുതി പിരിക്കാനുള്ള അവകാശം പിൻവലിച്ചു. കസ്റ്റംസ് നികുതിയും ജമീന്ദാർമാരായിരുന്നു പിൻവലിച്ചിരുന്നത്. അതെന്ത് ചെയ്തു? ആ അവകാശവും പിൻവലിച്ചു. മൂന്നാമതായിട്ട്, ജമീന്ദാർമാരുടെ കോടതികൾ കമ്പനി കളക്ടറുടെ മേൽനോട്ടത്തിന്റെ കീഴിലായിരുന്നു. കീഴിലാക്കി. അതായത് ജമീന്ദാർമാരുടെ കോടതികൾ, കച്ചേരി എന്നറിയപ്പെടുന്ന ജമീന്ദാർമാരുടെ കോർട്ട് അണ്ടർ ദി ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദി കളക്ടർ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കളക്ടറുടെ ഡയറക്റ്റ് കൺട്രോളിലേക്ക് മാറ്റി. നാലാമതായിട്ട്, പ്രാദേശിക നീതിന്യായ സംവിധാനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ദർ ഇസ് എ റൂൾ, ദർ ഇസ് എ ബൗണ്ടറി ഓർ ദർ ഇസ് എ റെസ്ട്രിക്ഷൻസ്. ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തു. എന്തിനാണ്? ലോക്കൽ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷന്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്തു? ഒരു അതിർവരം വിട്ടു അവർ. ഓക്കെ, പ്രാദേശികമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തി. അഞ്ചാമതായിട്ട്, പോലീസിനെ നിയന്ത്രിക്കാനുള്ള അധികാരം ജമീന്ദാർമാർക്ക് ഇല്ലാതാക്കി. ഓക്കെ, ആറാമതായിട്ട്,
ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിലുള്ള കളക്ട്രേറ്റുകൾക്ക് അധികാര കേന്ദ്രങ്ങളായി മാറി. ഇതോടെ ജമീന്ദാർമാരുടെ അധികാരം എന്ത് ചെയ്തു? നോമിനൽ മാത്രമായി, നാമമാത്രമായി. നികുതി ഒടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ജമീന്ദാർമാരെ സർക്കാർ കർശനമായി നേരിട്ട് അവരുടെ എല്ലാ അധികാരങ്ങളും സ്വാധീനവും ഇല്ലാതാക്കുകയൊക്കെ ചെയ്ത നിരവധി സംഭവങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരും ജമീന്ദാർമാരും തമ്മിൽ എന്തുണ്ടായിരുന്നു? ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു പോരാട്ടം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. പാട്ടം പിരിക്കുന്നത് നിരീക്ഷിക്കാൻ ജമീന്ദാർമാരുടെ ഒരു ഉദ്യോഗസ്ഥൻ, അംല എന്നറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ എത്തും. ഓക്കെ, പാട്ടം പിരിക്കുന്നത് നിരീക്ഷിക്കാൻ ജമീന്ദാർമാരുടെ ഒരു ഉദ്യോഗസ്ഥൻ എത്തും. ജമീന്ദാർമാർ കൃത്യമായിട്ട് പാട്ടം പിരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വരികയും, എന്നാലും പാട്ടം പിരിക്കുന്നത് വലിയ പ്രശ്നമായി നിലനിന്നിരുന്നു. മോശം വിളവും വിലത്തകർച്ചയും പലപ്പോഴും പാട്ടം പിരിക്കുന്നതിനെ എന്ത് ചെയ്തു? പ്രതികൂലമായി ബാധിച്ചിരുന്നു. അങ്ങനെ മനഃപൂർവ്വം പാട്ടം കൊടുക്കാത്തവരും കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. അതെന്താണ്? വിളവ് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് പാട്ടം കൊടുക്കാത്തവരും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ധനിക കർഷകരും, ജോട്ടേദാർ എന്ന് പറയപ്പെടുന്ന ഒരു ധനിക കർഷകരുണ്ടായിരുന്നു ബംഗാളിൽ. ജോട്ടേദാർമാരും ഗ്രാമത്തലവൻ അല്ലെങ്കിൽ മണ്ഡൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഗ്രാമത്തലവന്മാരും ജമീന്ദാർമാരുടെ വിഷമത്തിൽ സന്തോഷിച്ചിരുന്നു. ജമീന്ദാർമാരുടെ ഈ പ്രശ്നത്തിൽ അവരൊക്കെ എന്ത് ചെയ്തു? സന്തോഷിച്ചിരുന്നു. അവരൊക്കെ പാട്ടക്കുടിശ്ശിക വരുത്തുന്നവരുടെ ശിക്ഷിക്കാനുള്ള അധികാരം ജമീന്ദാർമാർക്ക് ഉണ്ടായിരുന്നെങ്കിലും അത്ര എളുപ്പമായിരുന്നില്ല. നിയമ നടപടികൾ അനന്തമായി നീളുന്ന ഒരു സാഹചര്യം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. 1798 ബർദ്വാനിൽ മാത്രം പാട്ടം കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള ഏകദേശം 30,000 കേസുകൾ തീർപ്പാക്കാതെ അവിടെ കെട്ടിക്കിടന്നിരുന്നതായിട്ടും ചരിത്രരേഖകൾ പറയുന്നുണ്ട്. ഈ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ടാണ്, ജമീന്ദാർമാരുടെ ഈ ഒരു തകർച്ച മുതലെടുത്തുകൊണ്ടാണ് ബംഗാളിൽ മറ്റൊരു വിഭാഗം ഉയർന്നു വന്നത്. അവരെ ജോട്ടേദാർമാർ എന്നറിയപ്പെട്ടു. ഇവർ സമ്പന്ന കർഷകരാണ്, ധനിക കർഷകരാണ്. അവരെന്താണ്? ഹൈ ക്ലാസ് പെസൻസ് ആണ്. ഓക്കെ, ധനികരായിട്ടുള്ള കർഷകരാണ് ജോട്ടേദാർമാരെന്ന് പറയുന്നത്. ഇവർ ബംഗാളിൽ ഉണ്ടായിരുന്ന ഒരു ധനികരായ ഒരു കൂട്ടം കർഷകരാണ്. ജോട്ടേദാർമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഈ ഒരു സംഘർഷം നേരിടുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ജോട്ടേദാർമാരുടെ ഉയർച്ച എന്ന് പറയുന്നത്. ഇവർ 16-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ജമീന്ദാർമാർ നേരിട്ട കടുത്ത പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ജോട്ടേദാർമാർ രംഗത്തേക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജോട്ടേദാർമാരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഉയർച്ച, ദ റൈസ് ഓഫ് ജോട്ടേദാർമാർ പറയാനുണ്ട്. അതുപോലെ തന്നെ ജമീന്ദാർമാരും ജോട്ടേദാർമാർക്കെതിരെ നടത്തിയ ഒരു ചെറുത്തുനിൽപ്പിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.